ലോകം റഷ്യയുടെ കാൽക്കീഴിലേക്ക് വരുന്നു. ആ രഹസ്യ മരുന്ന് റഷ്യ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ലോകം മുഴുവൻ റഷ്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലെ തന്നെ മനുഷ്യരാശിയെ വല്ലാണ്ട് കാർന്നു തിന്നുന്ന ഒരു അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് മരണമുറപ്പ് എന്ന് ചിന്തിച്ചതിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് ആ മരണം നീട്ടിവെക്കാം എന്ന അവസ്ഥയിലേക്ക് കാര്യം എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ശതമാനം പേർക്ക് വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങി വരാവുന്ന രീതിയിൽ ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ക്യാൻസറിന് കൃത്യമായൊരു പ്രതിവിധി എന്തെന്നുള്ളത് ഇതുവരെ ഉത്തരമില്ലാത്ത ചോദ്യമായിരുന്നു. പക്ഷേ അതിന് ഉത്തരം ഇപ്പോൾ റഷ്യ കണ്ടെത്തിയിരിക്കുന്നു. അവരൊരു വാക്സിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക പരിശോധനാ ഫലങ്ങളൊക്കെ അനുകൂലമാണ്. അപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ പരിശോധനകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് റഷ്യ നേരത്തെ അറിയിച്ചത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ക്ലിനിക്കൽ പരിശോധനാ ഫലം വളരെ അനുകൂലമാണ്. 100% വിജയം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് ഈ വാക്സിൻ നമ്മുടെ വിപണികളിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ക്ലിനിക്കൽ പരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഏതെങ്കിലും മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് മനുഷ്യരിലേക്കല്ല നമ്മൾ ആദ്യം നോക്കുക. ഏതെങ്കിലും ജന്തുജാലങ്ങളിലായിരിക്കും അത് സാധാരണ മരുന്ന് പരീക്ഷിക്കുക. എലികളിലോ പന്നികളിലോ മുയലുകളിലോ ഒക്കെ പരീക്ഷിച്ച് ഫലം കണ്ടതിന് ശേഷം മാത്രമാണ് ക്ലിനിക്കൽ പരിശോധനകളിലേക്ക് കടക്കുക. അവിടെ ഇതിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്ന യഥാർത്ഥ മനുഷ്യർ അതൊരു വെല്ലുവിളിയാണ്. ഏതെങ്കിലും തരത്തിലൊരു പാർശ്വഫലം ഉണ്ടായാൽ ഇവരുടെ ജീവൻ പോലും അപകടത്തിലാകും. അപ്പോൾ ഇതിന് തയ്യാറായി വന്ന 48 സന്നദ്ധ പ്രവർത്തകരിലാണ് ക്ലിനിക്കൽ പരിശോധന നടത്തിയത്. അപ്പോൾ ആ പരിശോധന ആ മരുന്ന് അവരിൽ കൊടുത്തു, മരുന്ന് അവരിൽ ഇഞ്ചക്റ്റ് ചെയ്തു. ഫലം വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇനി ഈ മരുന്നിൻ്റെ റെഗുലേറ്ററി ക്ലിയറൻസ് കിട്ടാനുണ്ട്. റെഗുലേറ്ററി ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ ഈ മരുന്നിനെ അംഗീകരിക്കേണ്ട അന്താരാഷ്ട്ര ഏജൻസി ഏതാണോ അവർ ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നോക്കി ഇതിൻ്റെ ഇതുവരെയുള്ള ഗവേഷണ പരീക്ഷണ ഫലങ്ങളെല്ലാം പരിശോധിച്ച് ഇത് 100% എഫക്റ്റീവാണ്, ഇതുകൊണ്ട് മനുഷ്യർക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ, ദോഷങ്ങളെ അപേക്ഷിച്ച് ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ ഉറപ്പുവരുത്തിയതിന് ശേഷം ആണ് ഈ റെഗുലേറ്ററി ക്ലിയറൻസ് കൊടുക്കുക. ആ ഒരു നടപടിക്രമം പൂർത്തിയായാൽ ഈ വാക്സിൻ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. വാക്സിൻ എന്ന് പറയുന്നത് രോഗം വരുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഈ പോളിയോ വാക്സിൻ എന്നൊക്കെ പറയുമല്ലോ, രോഗം വരാതിരിക്കാൻ വേണ്ടി വന്നതിന് ശേഷമുള്ള സംഗതിയല്ല. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ വാക്സിൻ കൊണ്ട് ഇവർ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനമുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായുള്ള രോഗപ്രതിരോധ സംവിധാനം, അതിനെ സഹായിക്കുന്ന പരിപാടിയാണ് ഈ വാക്സിൻ ചെയ്യുന്നത്. കൂടാതെ 4 വൈറസുകളെ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ ഈ വാക്സിൻ എത്തിക്കഴിഞ്ഞാൽ 4 വൈറസുകളെ ഇത് ഉൽപ്പാദിപ്പിക്കും. ഈ വൈറസുകൾ നമ്മുടെ ഈ ശരീരത്ത് ഈ ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്ത് ഒരുപാട് കോശങ്ങളുണ്ട്. ഓരോ കോശങ്ങൾ, അതായത് വളരെ സൂക്ഷ്മമായ അവസ്ഥയിലുള്ള ഏറ്റവും ചെറിയ രൂപം, ഈ കോശങ്ങൾ പുതിയതായിട്ട് ഉണ്ടാവുകയും ചിലത് കാലാവധി പൂർത്തിയായി നശിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ചില കോശങ്ങൾ അത് നശിച്ചു പോയത് അതവിടെ നിന്ന് പുണ്ണായി മാറുക എന്നൊക്കെ പറയുമല്ലോ, അതവിടെ ഇരുന്ന് നമ്മുടെ ശരീരത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ഒരു തരം ക്യാൻസർ. പിന്നെ വേറെ ചിലത് അമിതമായ വളർച്ചയിലേക്ക് വരും. അത് ആണ് ഈ ട്യൂമർ അതേപോലെയുള്ള സംഗതികളിലേക്ക് എത്തുക. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനം നമ്മുടെ ശരീരത്തുണ്ടായാൽ ശരീരം അതിനെ പുറന്തള്ളാനായിട്ട് കിണഞ്ഞു പരിശ്രമിക്കും. അതാണ് ഈ വ്രണങ്ങളായിട്ടോ മറ്റോ ആയിട്ടൊക്കെ മാറി അവസാനം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശരീരത്തെ ഏതെങ്കിലും തരത്തിൽ അമിതമായ വളർച്ചയോ മുഴകൾ പോലെ വളർച്ചയോ അല്ലെങ്കിൽ വ്രണങ്ങൾ പോലെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ അതേപോലുള്ള പരിപാടികളൊക്കെ ചെയ്ത് ആ ഒരു അത്രയും ഭാഗത്തെ വളർച്ച തടയുക, കരിച്ചു കളയുക എന്നൊക്കെ ചിലർ പറയും. ഇതാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കീമോതെറാപ്പിയും അതേപോലെ റേഡിയേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലർക്ക് ഇത് നേരെ പ്രതികൂല ഫലമാണ് ഉണ്ടാക്കുക. ചിലരുടെ രോഗം വഷളായി, ഈ റേഡിയേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം രോഗം വഷളായ ആൾ മരിച്ചുപോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് ഈ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടായതായിട്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട്. കുറഞ്ഞ പക്ഷം മുടിയെങ്കിലും കൊഴിയും. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ ഈ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഈ വാക്സിൻ്റെ പേര് എൻഡറോമിക്സ് എന്നാണ്. ഇത് വികസിപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജി സെൻറ്റർ, അവർ ഏംഗൽസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോളിക്കുലാർ ബയോളജി ഇവരുമായി സഹകരിച്ചാണ്
ഈ മരുന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ വാക്സിൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ 4 വൈറസുകളെ ഇത് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. ഈ വൈറസുകൾ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വലിയ രീതിയിൽ സഹായിക്കുകയും അതേപോലെ എവിടെയാണോ ഈ ക്യാൻസർ കോശങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ആക്രമിച്ച് ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം നിലവിൽ നമുക്ക് അറിയാം ഏതാണ്ട് 200 തരം ക്യാൻസർ രോഗങ്ങളാണ് നമ്മുടെ ലോകത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 200 എന്നുള്ളത് ആദ്യം 1 തുടങ്ങിയത് 200 വരെ എത്തിയെങ്കിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ നിലവിൽ 200 തരം ക്യാൻസറുകളുള്ളതിൽ ആന്തരിക അവയവങ്ങൾക്ക് വരുന്ന ക്യാൻസറാണ്, അതേപോലെ തലയോട്ടിക്കുള്ളിൽ തലച്ചോറിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ക്യാൻസറാണ് ഏറ്റവും മാരകമാകുന്നത്. കാരണം അവിടെയൊക്കെ നേരത്തെ തന്നെ ഈ രോഗാവസ്ഥ കണ്ടെത്താനുള്ള സാധ്യത കുറയുന്നത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ചികിത്സയ്ക്കൊക്കെ ഈ പറയുന്ന വാക്സിൻ ഉപയോഗിക്കുന്നതോടുകൂടി ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് കണക്ക്. നിലവിൽ നമുക്ക് ഈ രോഗത്തിൻ്റെ വ്യാപനം അത് ഒരു പ്രതിസന്ധിയാണ് നമ്മളെ സംബന്ധിച്ച്. ഏതാണ്ട് 10 ലക്ഷം പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 145.4 പേർ ഉറപ്പായിട്ടും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 2023 കണക്ക്. ഇനി 2022 20 കോടി പേർക്ക് ഈ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചാൽ ഏതാണ്ട് 9.7 മില്യൺ മരണം ഉണ്ടായതായിട്ടാണ് 2022 കണക്ക്. അപ്പോൾ പിന്നീട് ആധുനിക വൈദ്യശാസ്ത്ര ഈ രംഗത്ത് വലിയ രീതിയിൽ പുരോഗതി പ്രാപിച്ചു. നമ്മൾ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താരതമ്യേന ക്യാൻസർ രോഗം അത് ഇത്തിരി കണ്ടെത്താൻ അല്പം വൈകിപ്പോയാലും അതിനെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ആരോഗ്യ സംവിധാനങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ചെലവാണ് പ്രശ്നം. ഈ മരുന്നും അതേപോലെ ഈ റേഡിയേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ മറ്റ് അനുബന്ധ ചികിത്സകളൊക്കെ ചെയ്യുന്നതിനുള്ള ചെലവാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനുശേഷം ഇതിൻ്റെ റിക്കവറി പീരീഡ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഈ രോഗാവസ്ഥ വന്നതിന് ശേഷം നമ്മൾ റേഡിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനായിട്ടുള്ള സമയം ഇപ്പോൾ തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരുടെ തൊഴിൽ നഷ്ടം അടക്കം ഉണ്ടാകും. അതും വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതെല്ലാം ഒറ്റയടിക്കുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോൾ റഷ്യയുടെ വാക്സിൻ ഉപയോഗിച്ചാൽ നമുക്കുണ്ടാവുക. നിലവിലുള്ള അതിൻ്റെ പരിശോധനാ ഫലം, അതുവരെയുള്ള ലാബ് പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ വളരെ ഫലപ്രാപ്തമാണ്. ഇപ്പോൾ അമേരിക്കയും റഷ്യയുമായിട്ടൊക്കെ വലിയ പ്രതിസന്ധികളൊക്കെ നിൽക്കുകയാണ്. ഒരുപക്ഷെ ട്രംപിന് ഒരു വാക്സിൻ വേണമെങ്കിൽ നിലവിൽ റഷ്യയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലാണ്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ക്യാൻസറിനും വാക്സിൻ എത്തിയിട്ടുണ്ട്.